ഹലോ സ്റ്റുഡൻസ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻപത്തെ ക്ലാസ്സസിൽ, അതായത് ചാപ്റ്റർ 1ലും 2ലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണല്ലേ, അതിൻ്റെ ക്ലാസ്സസ് കേട്ടതാണ്. സോ അതിലെന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ചാപ്റ്റർ ഫസ്റ്റിലായിട്ട് പൊളിറ്റിക്സ് എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കൂടാതെ ചാപ്റ്റർ 2ൽ രാഷ്ട്രം എന്താണ്, രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്താണ്, ദേശമെന്ത്, ദേശീയത എന്ത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റു ചില ആശയങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് അസോസിയേഷൻസ് എന്താണ്, സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്താണെന്നൊക്കെ, കൂടാതെ ദേശം എന്താണെന്നൊക്കെ, പിന്നെ ഇവ തമ്മിൽ രാഷ്ട്രത്തോടുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് നെയിമായിട്ട് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അതായത് സമൂഹവും ദേശവും രാഷ്ട്രവും സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ബേസ് നിങ്ങൾക്ക് എന്തായാലും അറിയണം. അതായത് മുൻപത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു, രാഷ്ട്രത്തിന് 4 ഘടകങ്ങളാണ് അല്ലേ ഉള്ളത്. അതായത് അതിൻ്റെ ജനസംഖ്യ, ടെറിറ്ററി അതിരുകൾ, പിന്നീട് സോവറിറ്റി പരമാധികാരം, സർക്കാർ. ഈ 4 ഘടകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഒരു രാഷ്ട്രവുമായിട്ടാണ് ബാക്കിയുള്ള ഈ ഓരോ ആശയങ്ങളെയും നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നത്. എനിവേ, നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. രാഷ്ട്രവും സമൂഹവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി അല്ലേ. രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘടനയാണ്. അത് ഇവർ രാഷ്ട്രീയമായി സംഘടിതമായ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് അല്ലേ. മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതായിരുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമൂഹം എന്താണെന്നാണ്. സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ളൊരു സംഘടനയാണ്. അതിൽ എല്ലാ തരത്തിലുള്ള അസോസിയേഷനുകളും ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ടും മതപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ഓരോ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ, ആ മൊത്തത്തിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ സമൂഹമെന്ന് ഉദ്ദേശിക്കുന്നത്. സമൂഹം ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ചെറിയ സമൂഹമുണ്ട്, അതായത് വലിയൊരു സമൂഹവും ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഒരു ചെറിയ ഗ്രാമത്തിലെ ആൾക്കാരെ നമ്മൾ പറയുന്നതാണെങ്കിൽ അതൊരു ചെറിയ സമൂഹത്തിന് ഉദാഹരണമാണ്. എന്നാൽ ഈ ഒരു ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യയെ നമ്മൾ പറയുമ്പോൾ അതൊരു വലിയ ബ്രോഡറായിട്ടുള്ള സമൂഹത്തിന് എക്സാമ്പിളാണ്. ഇനി രാഷ്ട്രവും സമൂഹത്തിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് സമൂഹമാണ് രാഷ്ട്രത്തിനേക്കാൾ മുന്നോടിയായിട്ടുണ്ടായത്. അതായത് നമ്മുടെ പണ്ടത്തെ ആദിമ മനുഷ്യരുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ബയോളജി ചെറിയ ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മുൻപ് കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന്. അപ്പോൾ അവിടുത്തെ ഹോമോ ഹബിലിസ്, നിയാൻഡർതാൽ മാൻസ്, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു പരിണാമം പഠിച്ചു കഴിഞ്ഞതാണ്. സോ അവരൊക്കെ പണ്ടുള്ള ആ ഒരു ടൈമിൽ വേട്ടയാടിയിട്ടൊക്കെയാണ് ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നത്. മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ ഒരു കൂട്ടമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ. അവരെങ്ങനെയായിരുന്നു? ചുമരുകളിൽ എഴുതിയിട്ടും കൊത്തി വരച്ചിട്ടും ഒക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്. സോ അവർ അപ്പോഴാണ് ഒരു സമൂഹമായി, അവിടെ ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമൂഹം രാഷ്ട്രത്തിന് മുന്നോടിയാണ്. അതായത് സമൂഹമാണ് ഫസ്റ്റിലെ ഉണ്ടായത്, പിന്നീടാണ് രാഷ്ട്രം വന്നു തുടങ്ങിയത്. അതായത് 1947 മുൻപ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന, നമ്മുടെ കേസിലാണേ പറയുന്നത്, ഇന്ത്യയുടെ ഒരു കേസിൽ പറയുന്നതാണെങ്കിൽ 1947 മുൻപേ ഒക്കെ എന്താണ്, ഇന്ത്യ ഒരു രാഷ്ട്രമല്ല, പരമാധികാരമായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് അല്ല, നമ്മൾ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു അല്ലേ. അപ്പം അവിടെ നിന്ന് നമ്മൾ 1947 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. സോ നമുക്കൊരു രാഷ്ട്രമെന്ന സങ്കല്പം വന്നു. ഈ രാഷ്ട്രമെന്ന സങ്കല്പം എന്താണ് പറയുന്നത്?
നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന പോലെ ആ ഒരു 4 ഘടകങ്ങളുണ്ട്. ആ ഒരു 4 ഘടകങ്ങൾ നമ്മൾക്ക് തന്നു, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തു. അതായത് നമുക്കൊരു ടെറിട്ടറി ഉണ്ടായിരുന്നു, അതിരുണ്ട്, ജനസംഖ്യ, പരമാധികാരം, പിന്നെ നമ്മുടെ ഗവൺമെൻറ്. ഈ 4 ഘടകങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നു. അങ്ങനെ 1947 നമ്മളെന്താണ്, ഒരു രാഷ്ട്രമായിട്ട് മാറിയില്ലേ, ഇൻഡിപെൻഡൻ്റ് ആയി, ബ്രിട്ടൻ്റെ അധികാരത്തിൽ. ഇതാണ് ഇവിടെയുള്ള ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിൻ്റായിട്ട് വരുന്നത്, രാഷ്ട്രത്തിന് എന്താണ്, ഒരു പരമാധികാരം ഉണ്ട് അല്ലേ. പരമാധികാരം ഇല്ലെങ്കിൽ എന്താ, അതൊരു രാഷ്ട്രമായിട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വശം തന്നെ അതിൻ്റെ പരമാധികാരമാണ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് രാഷ്ട്രത്തെ വേർതിരിക്കുന്നതും അതിൻ്റെ പരമാധികാരമാണ്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ അത്തരത്തിലൊന്നുമില്ല. സമൂഹത്തിൽ സ്വയം ഭരണാധികാരം അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഗ്രൂപ്പുകൾ ചേർന്ന ഒരു കാര്യത്തിനെ നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഇൻഡിപെൻഡൻസ്, അതായത് പരമാധികാരം ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിൻ്റെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രത്തിന് തീർച്ചയായിട്ടും ഒരു ടെറിട്ടറി ഉണ്ട് അല്ലേ. നമുക്കൊരു ടെറിട്ടറി ഇല്ലേ, നമ്മുടെ ഇന്ത്യൻ്റെ ടെറിട്ടറി കണ്ടില്ല, അതിരുകൾ. പക്ഷേ അതൊരു ഫിക്സഡ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണ് നമ്മുടെ ടെറിട്ടറി വരുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ടെറിട്ടറി ഇല്ല, അതിരില്ല. അതിന് പെർമനൻ്റ് ആയിട്ടുള്ളത് അതുണ്ട്, എന്നാൽ പോലും പെർമനൻ്റ് അല്ലത്. അത് ഒന്നെങ്കിൽ വലുതാകാം അല്ലെങ്കിൽ ചെറുതാകാം അല്ലേ. അതായത് ഒന്ന് വലുതാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു സാംസ്കാരിക പരമായിട്ട് ഒത്തൊരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവർ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ മാത്രം അടങ്ങുന്നതാണോ? അല്ല. അവരുടെ വേരുകൾ എന്താണ്, അവർ ചില കൺട്രീസിലും മറ്റു രാജ്യങ്ങളിലേക്കും അവർ വിന്യസിക്കപ്പെടാം അല്ലേ. അപ്പോൾ ആ ഒരു സമൂഹം എന്തായി, ഈ സാംസ്കാരിക പരമായി ഒത്തൊരുമിച്ച ഈ ഒരു ഗ്രൂപ്പ് ആ ഒരു കൺട്രിയിലേക്കും ആ ഒരു രാജ്യത്തേക്കും കുറച്ചും കൂടെ വലുതായി അല്ലേ, അങ്ങോട്ടേക്കും എക്സ്പാൻഡ് ചെയ്തു. അപ്പം അത് ആ ഒരു സമൂഹത്തിന് അതിരുണ്ട്, പക്ഷെ അത് പെർമനൻ്റ് അല്ല അല്ലേ, അത് വലുതായി, ആ ഒരു അതിര് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത്. ഇനിയിപ്പം ചെറിയ കേസിൽ നോക്കുന്നതാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് നമുക്കിവിടെ ഹിന്ദു മതം ഇവിടെയാണുള്ളത് അല്ലേ, ഈ ഒരു സമൂഹം ഇവിടെയാണുള്ളത്. സോ ആ ഒരു സമൂഹം ചെറുതാണ് കമ്പാരേറ്റീവ്ലി മറ്റു കൺട്രീസിനെ നോക്കുമ്പോൾ, മറ്റ് മതങ്ങളെ നോക്കുമ്പോൾ. അതായത് ഫോറിൻ കൺട്രീസിലെല്ലാം അധികം ക്രിസ്ത്യാനിറ്റിയാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന ടെറിട്ടറി രാഷ്ട്രത്തിന്, അതിര് രാഷ്ട്രത്തിന് തീർച്ചയായിട്ടും എന്താണ്, ഫിക്സഡും പെർമനൻറ്റുമാണ്. എന്നാൽ അത് സമൂഹത്തിൻ്റെ കേസിൽ വരുമ്പോൾ അത് പെർമനൻ്റ് അല്ല, അതൊന്നെങ്കിൽ വലുതാവാം അല്ലെങ്കിൽ അത് ചെറുതാവാം. ഓക്കെ, ഇനി വരുന്നത്, രാഷ്ട്രത്തിൻ്റെ നിയമത്തിനെ ലംഘിച്ചാൽ, രാഷ്ട്രത്തിന് ഒരു നിയമം ഉണ്ടല്ലോ, അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിലുള്ള നമുക്ക് എന്താണ്, പോലീസ് സ്റ്റേഷനും മറ്റുമായിട്ട് കയറി ഇറങ്ങേണ്ടി വരും അല്ലേ. നമ്മളെന്തെങ്കിലും മോഷണ കുറ്റത്തിൽ അകപ്പെട്ടാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താണ്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിലോ മറ്റോ പിന്നെ കോർട്ടിലോ ആയിട്ട് നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. അത് ഒന്നെങ്കിൽ ശാരീരികമാവാം അല്ലെങ്കിൽ മാനസികമാകാം അല്ലേ. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കേസിൽ അതങ്ങനെ വരുന്നതാണെങ്കിൽ, സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയതാണ്. അപ്പം ഈ ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലുള്ള ആൾക്കാർ എന്താണോ പറയുന്നത് അതാണ് ആ ഒരു ശിക്ഷ നടപ്പാക്കുന്നത്. അയാളെ ഒന്നെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാം അല്ലേ, അതായത് അയാളെ കൂട്ടമായിട്ട് ചേർന്നിട്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാം. കൂടുതലായിട്ട് ശാരീരികമായിട്ട് ആളെ മുറിവേൽപ്പിക്കൂല, എന്നാലും മാനസികമായിട്ട് അയാളെ തളർത്താം, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷേ രാഷ്ട്രത്തിൻ്റെ കേസിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു നീതിന്യായ വ്യവസ്ഥേൻ്റെ അണ്ടറിലൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്കാണെങ്കിൽ വേറൊരു പോയിന്റ് പറയാനുള്ള, രാഷ്ട്രത്തിന് ഒരു ജനറൽ റൂൾ ഉണ്ട് അല്ലേ, അതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. എന്നാൽ സമൂഹത്തിനും റൂളുണ്ട്, പക്ഷേ സമൂഹത്തിൻ്റെ റൂൾസ് വരുന്നത് അതിൻ്റെ റിച്വൽസ്, ആചാരങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, നമ്മൾ കണ്ടെത്തുന്ന രീതികൾ, അതൊക്കെയാണ് ഈ ഒരു സമൂഹത്തിൻ്റെ, നമ്മളുടെ ശീലങ്ങൾ, അതൊക്കെയാണ്
സമൂഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന റൂൾസ്, നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം, അതൊക്കെയാണ് എന്താണ് സമൂഹത്തിൻ്റെ റൂൾസായി പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് സംഘടന. മറ്റൊരു ആശയമാണ്, സമൂഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു ആശയമാണ് അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ അസോസിയേഷനും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം, അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇത് ഒരു അസോസിയേഷന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംഘടിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളെന്താണ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുറേ ഒരു അസോസിയേഷൻ, 2, 3, 4 അതിലധികമോ അസോസിയേഷൻ കൂടിക്കഴിഞ്ഞാൽ, അസോസിയേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2, 3 അസോസിയേഷൻസ് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റി ആയിട്ട്, അതൊരു സമൂഹമായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ അങ്ങനെയും മനസ്സിലായ, 2, 3 അസോസിയേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു വലിയ സൊസൈറ്റി ആയിട്ട്, ഒരു സമൂഹമായിട്ടും മാറുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രവും അസോസിയേഷനും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് രാഷ്ട്രത്തിലായാലും അസോസിയേഷനിലായാലും ജനങ്ങളുണ്ടല്ലേ. അപ്പം രാഷ്ട്രത്തിലുള്ള ജനങ്ങൾ എന്താണ്, അവർക്ക് രാഷ്ട്രത്തിൽ പൗരത്വം കമ്പൽസറിയാണ്. കമ്പൽസറി മീൻസ് എന്തായാലും നിർബന്ധമാണ് അല്ലേ. ആ ഒരു രാജ്യത്ത് അവർ ആ ഒരു പൗരന് അവകാശമുണ്ട്. സോ ആ രാജ്യത്തുള്ള എല്ലാ നീതിയും അവകാശങ്ങളും കിട്ടണമെങ്കിൽ ആ രാഷ്ട്രത്തിലെ പൗരനാകേണ്ടതാണ് അല്ലേ. എന്നാൽ അസോസിയേഷൻ്റെ കേസിൽ ഈ ഒരു പൗരത്വം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അംഗത്വം പറയുമ്പോൾ, അസോസിയേഷൻ്റെ കേസിൽ അതിൽ മാത്രം നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. ആ ഒരു അസോസിയേഷനിൽ മാത്രം അംഗമായാൽ മതി എന്ന് പറയുന്നില്ല. അവന് എന്താണോ വേണ്ടത്, അപ്പോൾ ആ ഒരു അസോസിയേഷനിലുള്ള ആ ഒരു വ്യക്തിക്ക് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വേറൊരു അസോസിയേഷനിലും മെമ്പറാകാം. ഒരു എക്സാമ്പിളിലൂടെ ഇതിനെ പറയുന്നതാണെങ്കിൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത് എല്ലാവർക്കും അറിയുന്നതാണ് ക്രിക്കറ്റിലല്ലേ. ക്രിക്കറ്റാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അതിൽ T20 വേൾഡ് കപ്പ് അല്ലെ, ഇന്ത്യ ജയിച്ചു. അതിലെന്താണ്, ആ ജയിച്ച ടീം, ഇന്ത്യയിൽ ഉള്ളവരെല്ലാവരും എന്താണ്, ഇന്ത്യക്കാരാണ് അല്ലേ. നമ്മൾ വേറെ കൺട്രീസുമായിട്ട്, ഇന്ത്യൻ പൗരന്മാർ വേറെ കൺട്രീസിലുള്ള പൗരന്മാരുമായിട്ടാണ് ക്രിക്കറ്റ് കളിച്ചത്. സോ അതെന്താണ്, നമ്മുടെ ഒരു രാഷ്ട്രത്തിന് ഉദാഹരണമായിട്ട് എടുക്കുക. T20 വേൾഡ് കപ്പ് അതിലെ ഇന്ത്യക്കാരെന്താണ്, രാഷ്ട്രത്തിന് ഉദാഹരണമാവാം. കാരണം അതിലുള്ള ജനങ്ങൾ മൊത്തം നമ്മുടെ രാഷ്ട്രത്തിലുള്ള ഇന്ത്യയിലുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ആ ഒരു ട്രോഫിനെ വീതിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ സ്വത്താണ് അല്ലേ. അതേപോലെ അസോസിയേഷന് ഉദാഹരണം പറയുന്നതാണെങ്കിൽ നമ്മളിപ്പം IPL എടുക്കാമല്ലോ. IPL എന്താണ്, കുറേ ടീംസ് ഉണ്ട്, കുറേ അസോസിയേഷൻസ് ഉണ്ട് അല്ലേ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ചെന്നൈ സൂപ്പർ കിങ്സ്, അതെല്ലാം നമ്മൾ ഓരോ അസോസിയേഷനായിട്ട് കണക്കാക്കാം. ഓക്കെ. അപ്പം ഈ എല്ലാ അസോസിയേഷനെ ഗ്രൂപ്പെന്നും പറയുന്നുണ്ട്. ആ ഓരോ ഗ്രൂപ്പും എന്താണ്, ആ ഓരോ ഗ്രൂപ്പിലും എന്താണ്, ഇന്ത്യക്കാർ മാത്രമല്ല വരുന്നത്, അതിൽ പുറം രാജ്യക്കാരും ഉണ്ട് അല്ലേ. ഫോറിൻ കൺട്രീസിലുള്ള പലരും ഉണ്ടാവും ഓരോ ഗ്രൂപ്പിൽ. സോ അതാണ്, അസോസിയേഷനിൽ പല വിധത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. എന്നാൽ രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിലെ പൗരന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് പറയുന്നത്. അതായത് രാഷ്ട്രത്തിലെ ജനങ്ങൾ ആ ഒരു രാഷ്ട്രത്തിലെ അംഗമായിരിക്കണം, ആ രാഷ്ട്രത്തിലെ പൗരനായിരിക്കണം. എന്നാൽ അസോസിയേഷനിൽ പല ആൾക്കാർക്കും അംഗത്വം നേടാം. എവിടെ നിന്നുള്ളവന് വേണമെങ്കിലും അംഗത്വം നേടാം. രാഷ്ട്രത്തിലെ അംഗത്വം നിർബന്ധവും മറ്റേത് ആ വ്യക്തിയുടെ ഒരു ചോയ്സുമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്, ഒരു അറ്റ് എ ടൈം ഒരു രാജ്യത്തെ പൗരനാകാനേ പറ്റും അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് നിയമങ്ങളും എല്ലാം, നമുക്ക് നമ്മുടെ അവകാശങ്ങളെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒറ്റൊരു രാജ്യത്തെ പൗരനാകാനേ കഴിയൂ. അറ്റ് എ ടൈം ഒറ്റ രാജ്യത്തെ പൗരനെ ആകാൻ പറ്റൂ. അതായത് മൾട്ടിപ്പിൾ കൺട്രീസിൽ നമുക്ക് പൗരത്വം നേടാനാകില്ല. എന്നാൽ അസോസിയേഷൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല അല്ലേ. പല അസോസിയേഷൻസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ തന്നെ കുറേ അസോസിയേഷൻസ് ഉണ്ടാവും അല്ലേ. ലൈബ്രറീൻ്റെ ഉണ്ടാവും, പിന്നാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ, ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് കുറേ അസോസിയേഷൻസ് ഉണ്ടാവും. അതിലെല്ലാത്തിലും വേണമെങ്കിൽ നമ്മുടെ ചോയ്സാണ്, നമുക്ക് എല്ലാത്തിലും അംഗത്വം നേടാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഇനിയിപ്പം മൂന്നാമത്തെ പോയിൻ്റ്,
അതിലൊരു രാഷ്ട്രത്തിന് എന്താണ് ടെറിട്ടറി. നോർമലി എല്ലാത്തിലും എല്ലാ പോയിന്റ്സിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്താം കേട്ടോ. പരമാധികാരം ഉൾപ്പെടുത്താം, പിന്നെ ടെറിട്ടറി അതിരുകളെ ഉൾപ്പെടുത്താം, പിന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ ജനസംഖ്യ, അതിനെ ഒക്കെ കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പോയിന്റ്സും വരുന്നത്. സോ ഇനി പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ടെറിട്ടറിയാണ്. രാഷ്ട്രത്തിനൊരു ടെറിട്ടറി ഉണ്ട് അല്ലേ, അതിരുണ്ട്. അത് ഡെഫിനിറ്റ് ആണ്, അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു പ്രത്യേക അതിരല്ലേ അല്ലേ. അപ്പം അത് എപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷേ അസോസിയേഷൻ്റെ കേസിൽ വരുമ്പോഴാണ് എന്താണ്, അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകും അല്ലേ. ഓരോ അതിൻ്റെ അസോസിയേഷൻ്റെ ടെറിട്ടറി അതിര് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകാവുന്നതാണ്. പിന്നെ വേറൊരു പോയിൻ്റായിട്ട് വരുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്രമസമാധാന പരിപാലനമാണ്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ സന്തുഷ്ട ജീവിതമാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന അജണ്ട. എന്നാലൊരു അസോസിയേഷൻ്റെ കാര്യം എടുക്കുന്നതാണ്. അസോസിയേഷനെ നോക്കുന്നതാണെങ്കിൽ എന്താണ്, ചില പ്രത്യേക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ഓരോ അസോസിയേഷനെയും രൂപീകരിച്ചത്. അതായത് ഇപ്പം ഒരു ലൈബ്രറി അസോസിയേഷൻ എന്താണ്, അവിടെ ചെന്നിരുന്നിട്ട് ആ ഒരു അസോസിയേഷനിൽ അംഗത്തുള്ളവർക്ക് അവിടുന്ന് പല ബുക്കുകളും മറ്റുമൊക്കെ കിട്ടും. നമുക്ക് ആ ഒരു അസോസിയേഷൻ വഴി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം, എന്തെങ്കിലും പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ നടത്താൻ വേണമെങ്കിൽ ആ ഒരു അസോസിയേഷനിലൂടെ പറ്റും അല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു അസോസിയേഷൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ രാഷ്ട്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്, ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സുഗമമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം എപ്പോഴും ദേശീയ തലത്തിലായിരിക്കും അല്ലേ. അതായത് നമ്മുടെ രാഷ്ട്രം വരുന്നത് എല്ലാം ദേശീയ തലത്തിലാണ് അവ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. എന്നാൽ അതൊരു അസോസിയേഷൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ അത് 4 തലങ്ങളിലുണ്ട്. ലോക്കലായിട്ട് അത് നടത്തും, പ്രൊവിൻഷണലായിട്ട് നടത്തും, നാഷണലായിട്ട് നടത്തും, എന്നാൽ ഇൻ്റർനാഷണൽ, അങ്ങനെ പല രീതിയിലും അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ ഒരു ലോക്കലായിട്ട് പ്രവർത്തനം നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ലൈബ്രറി ക്ലബ്ബ് പോലെയുള്ളത്, അതൊക്കെ എന്താണ് ലോക്കലി കണ്ടക്ട് ചെയ്യുന്ന അസോസിയേഷനാണ് അല്ലേ, നമ്മുടെ നാട്ടിൽ കണ്ടക്ട് ചെയ്യുന്ന അസോസിയേഷനാണ്. എന്നാലോ പ്രൊവിഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊവിൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലോ, അതൊക്കെ പ്രൊവിൻഷ്യനിൽ വരുന്നതാണ്. ഇനിയിപ്പം ഒരു ഇൻ്റർനാഷണൽ ലെവൽ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനെസ്കോ കേട്ടിട്ടുണ്ടോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതൊക്കെ എന്താണ്, ഇതൊക്കെ യുനെസ്കോ എന്ന് പറഞ്ഞത് ഒരു അസോസിയേഷനാണ്. സോ എന്താണ്, അത് ഇൻ്റർനാഷണൽ ലെവൽ അസോസിയേഷനാണ്. അപ്പം രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശത്തിൽ, അത് ദേശീയ തലത്തിലായിരിക്കും. എന്നാൽ അസോസിയേഷൻ എല്ലാ തലങ്ങളിലും ഉണ്ടായിരിക്കും. ലോക്കലിയും ഉണ്ടാവും, പ്രൊവിൻഷ്യനിലും ഉണ്ടാവും, നാഷണലി ഉണ്ടാവും, ആൻഡ് ഇൻ്റർനാഷണൽ തലങ്ങളിലും അത് പ്രകടമാണ് അല്ലേ. ഇനിയുള്ളത് രാഷ്ട്രത്തിലെ നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് രാഷ്ട്രത്തിലെ 4 ഘടകങ്ങളിൽ ഒന്നാണല്ലേ സർക്കാർ. മൊത്തത്തിൽ നമുക്ക് എന്താണ്, സർക്കാരിനെ രാഷ്ട്രമായിട്ട് കണക്കാക്കാനാവില്ല അല്ലേ. നമുക്കെന്താ മൊത്തത്തിൽ ആ ഒരു രാഷ്ട്രത്തിനെ സർക്കാരായിട്ട് കണക്കാക്കാൻ പറ്റും? ഇല്ല. രാഷ്ട്രത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഒന്നാണല്ലേ സർക്കാർ, പിന്നെ അതിൻ്റെ പരമാധികാരം വരുന്നത്. അപ്പം ആ ഒരു പരമാധികാരം സൊവേറിറ്റി, അസോസിയേഷനിലാണെങ്കിൽ സ്വയംഭരണാധികാരമുണ്ട് അല്ലേ. അത് രാഷ്ട്രത്തിൻ്റെ റൂളിൻ്റെ അണ്ടറിലായിരിക്കുന്നേ ഉള്ളൂ. എല്ലാ അസോസിയേഷനിലും അവർക്ക് ഓട്ടോണോമസ് ആയിരിക്കും, സ്വയം ഭരിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അത് രാഷ്ട്രത്തിൻ്റെ അണ്ടറിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൽ അത് ശിക്ഷാർഹമാണല്ലേ. എന്നാൽ അസോസിയേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ അയാളെ ആ ഒരു അസോസിയേഷനിൽ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ അയാളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ട് പുറത്താക്കും, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത് പുറത്താക്കിയിരിക്കും. അതാണ് ചെയ്യുന്നത് അല്ലേ. നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൽ ശിക്ഷാർഹവും അസോസിയേഷനുകളിൽ അയാളെ പിരിച്ചുവിടുകയുമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രവും അസോസിയേഷനും ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തെ സഹായിക്കുന്നു, രാഷ്ട്രം എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതായത് അവരുടെ ആക്ടിവിറ്റീസിൽ പങ്കാളിയാവുക, രാഷ്ട്രത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ വെച്ച് തന്നെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെയും
നീതിന്യായ വ്യവസ്ഥയെയും അണ്ടറിൽ തന്നെ അസോസിയേഷന് അവരുടെ സ്വയംഭരണം നടപ്പിലാക്കാൻ അനുവദിക്കുക. അതാണ് രാഷ്ട്രം ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രാഷ്ട്രവും സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പം നിയമം ഉണ്ടാക്കിയത്, അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത്, നിയമം ഉണ്ടാക്കിയത് ഒരു ഏജൻസിയാണല്ലേ. നമ്മുടെ രാഷ്ട്രവും സർക്കാരും നമുക്കൊരു ഭരണഘടനയുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിലൊരു ഭരണഘടനയുണ്ട്. അപ്പം ഭരണഘടനയിൽ പറയുന്നതിനനുസരിച്ച് മാത്രമേ സർക്കാരിന് ഭരിക്കാനാവൂ. അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിൻ്റായിട്ട് പറയുന്നത്, രാഷ്ട്രത്തിൽ കുറേ പേരുണ്ട്, എന്നാൽ ആ ഒരു സർക്കാർ ഒരു ചെറിയ യൂണിറ്റാണ്. നമ്മളൊക്കെ ആ ഒരു രാഷ്ട്രത്തിലെ അംഗങ്ങളാണ്. ബട്ട് ഭരിക്കാനുള്ള അവകാശം അന്തിമമായിട്ട് സർക്കാരിനായിരിക്കും, അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ് വരുന്നത്, രാഷ്ട്രം പെർമനൻ്റ് ആണ്. എന്നാൽ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് അല്ല. പെർമനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ഥിരമാണെന്നാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രം എപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവും, അതങ്ങനെ സ്ഥിരമാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ ഓരോ 5 വർഷം കൂടുന്തോറും നമ്മുടെ ഗവൺമെൻറ്റിലെ സർക്കാർ ചേഞ്ച് ആവുന്നില്ലേ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഓരോ 5 വർഷം കഴിയും തോറും ചേഞ്ച് ആവുന്നത്. സോ രാഷ്ട്രം പെർമനൻ്റ് ആണ്, എന്നാൽ ഗവൺമെൻറ് ചേഞ്ചബിൾ ആണ്, അല്ലേ? ലയബിൾ ടു ചേഞ്ച്. സോ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ, രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്. ആ പരമാധികാരം ഉപയോഗിക്കുന്നത് ആരാണ്? സർക്കാരാണ്. ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് റൂൾ ഓഫ് ലോ ഒക്കെ നമ്മൾ നിയമവാഴ്ച മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. രാഷ്ട്രത്തിൻ്റെ പരമാധികാരം, സോവറിറ്റി യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്, അല്ലേ? മറ്റ് സംസ്ഥാനങ്ങളെ ഭരിക്കാനുള്ള അധികാരമൊക്കെ ആ ഒരു സെൻട്രൽ ഫോഴ്സിന് തന്നെയാണ്. എന്നാലോ അത് നിയമത്തിന് ഉള്ളിലാണ്, ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിയമത്തിന് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെയും ഭരിക്കുന്നത്. അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം വേറൊരു പോയിന്റ് പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും രാഷ്ട്രത്തെ വിമർശിക്കില്ല, രാഷ്ട്രത്തെ വിമർശിക്കാനും പാടില്ല. അതായത് അതൊരു കുറ്റമായിട്ടാണ് പിന്നെ നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ കാര്യമാണല്ലേ രാഷ്ട്രം എന്ന് പറയുന്നത്, നമ്മുടെ അഭിമാനമാണ് നമ്മുടെ രാഷ്ട്രം. സോ നമ്മൾ ഒരിക്കലും രാഷ്ട്രത്തെ ഒരിക്കലും വിമർശിക്കില്ല. എന്നാലും നമ്മൾ സർക്കാരിനെ വിമർശിക്കാതെ പോവുക, ക്രിട്ടിസൈസ് ചെയ്യാതെ പോകാറൊന്നുമില്ലല്ലോ. പല കോമഡീസിലും പൊളിറ്റീഷ്യന്മാരൊക്കെ നമ്മൾ ഒരുപാട് നന്നായിട്ട് തന്നെ കളിയാക്കുന്നുണ്ട്. സോ അത് അവരുടെ വിമർശിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇത് അവരുടെ ഭരണം നന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് അവരെ കൊണ്ട് വലിയ യൂസ്ഫുള്ളൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് ആ സർക്കാരിനെ വിമർശിക്കാം, അവരുടെ നല്ല പ്രവർത്തനങ്ങളെ എടുത്തു പറയുകയും ചെയ്യാം. പക്ഷേ എന്നാൽ രാഷ്ട്രത്തിൻ്റെ കേസിൽ നമ്മളങ്ങനെ വിമർശനം ഉന്നയിക്കില്ല, അത് ഒരു കുറ്റമായിട്ട് കണക്കാക്കുന്നതാണ്. ഓക്കെ, പിന്നെ രാഷ്ട്രത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഒന്നാണ് അല്ലേ സർക്കാർ. അപ്പം മൊത്തത്തിൽ സർക്കാരിനെ അതുകൊണ്ട് രാഷ്ട്രമായിട്ട് കണക്കാക്കാനൊന്നും പറ്റത്തില്ല. 4 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് സർക്കാർ. അപ്പോൾ ആ ഒരു സർക്കാരിനെ മാത്രം രാഷ്ട്രമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട്, നമുക്കൊരു എല്ലാത്തിലും മുൻപേ പറഞ്ഞ സമൂഹത്തിലും അസോസിയേഷനിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ രാഷ്ട്രത്തിൻ്റെ അതിര് അത് അൺചേഞ്ചബിൾ ആണ്, അല്ലേ? അത് ചേഞ്ച് ചെയ്യില്ല. എന്നാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ടെറിട്ടറി അതും നെവർ പെർമനൻ്റ് അല്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ടെറിട്ടറി വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പെർമനൻ്റ് അല്ല. നമ്മുടെ മുൻപുള്ള ഒരു മുഹമ്മദ് തുഗ്ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നമ്മൾ മുൻപേ കേട്ടിട്ടുണ്ടാവുമല്ലോ, തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അവരുടെ തലസ്ഥാനത്തെ ദൗലതാബാദിലേക്ക് മാറ്റിയിരുന്നു. അതായത് അവിടെ ആ ഒരു ഗവൺമെൻറ്, തുഗ്ലക്കിൻ്റെ ഗവൺമെൻറ് ചേഞ്ചബിൾ ആണ്, പെർമനൻ്റ് അല്ല എന്നാണ് കാണിക്കുന്നത് ആ ഒരു എക്സാമ്പിളിലൂടെ. അത് പിന്നാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ, ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ്റെ ആക്രമണം പേടിച്ചിട്ട് കുറേ ഗവൺമെൻറ് അവരുടെ തലസ്ഥാനം മാറ്റിയിരുന്നു. അപ്പം
ആ ഒരു അതിര് അവർ മാറ്റുന്നുണ്ട് അല്ലേ. സർക്കാർ അങ്ങനെ അതിര് മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അതിരുകൾ എപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പറയുന്നത് രാഷ്ട്രവും ദേശവുമാണ്. നോർമലി മുൻപത്തെ ക്ലാസ്സസിലൊക്കെ നമ്മൾ ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. എന്നാലും രാഷ്ട്രവും ദേശവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൗമ പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള ഭാഷയായാലും അല്ലെങ്കിൽ ആചാരങ്ങളാലും ബന്ധിക്കപ്പെട്ട മനുഷ്യരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവരെ ചരിത്രത്തെയാണ് നമ്മൾ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്നവരെയാണ് നമ്മൾ ദേശം എന്ന് പറയുന്നത്. ഇവർ അവരുടെ ചരിത്രത്തെക്കുറിച്ചിട്ട് ബോധവാന്മാർ ആയിരിക്കും. ഇപ്പം 1947 മുൻപേ ഇന്ത്യ ഒരു രാഷ്ട്രമായിരുന്നില്ല അല്ലേ. വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്ത്യയെ ദേശമെന്ന് ആ ഒരു ടൈമിൽ വിളിക്കാം അല്ലേ. നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള കൾച്ചർ ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ അതൊരു ദേശമായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ വിളിക്കാം. പിന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ദേശത്തിന് പരമാധികാരമില്ല, എന്നാൽ രാഷ്ട്രത്തിന് പക്ഷേ പരമാധികാരമുണ്ട്. വേറൊരു പോയിന്റ് നമുക്ക് പറയാം, ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികവും സൈക്കോളജിക്കലും കൂടിയുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ് അതായത് രാഷ്ട്രം ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റാണ് അല്ലേ. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് രാഷ്ട്രം തരുന്നത്. ദേശം തരുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള കോൺസെപ്റ്റാണ്. സോ പിന്നെ നമുക്ക് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആക്കാം. ഒരു രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് അതിൻ്റെ നിയമമാണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് അനുസരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ദേശത്തിലെ ജനങ്ങളെ കണക്ട് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസാണ്. അതായത് സ്നേഹം, കരുണ, നന്മ എന്നിവയാണ് അവയെ ആ ഒരു ദേശത്തിലെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്. കൂടാതെ വേറെ എന്തൊക്കെ പറയാം നമുക്ക്. രാഷ്ട്രത്തിലെ ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും 4 ഘടകങ്ങൾ അതെല്ലാം ഡെഫിനിറ്റാണ്. അത് തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. എന്നാൽ ദേശത്തിൻ്റെത് സ്ഥിരതയുള്ളവയല്ല. ഒന്നെങ്കിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ഒരു കോമൺ ആയി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ദേശമായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ അത് ഒരു വംശത്തിൽപ്പെട്ടവർ ദേശമായിട്ട് പറയാം അല്ലേ. ഒരേ വംശത്തിലുള്ളവർ ആ ഒരു ദേശത്തെ ആൾക്കാരാണെന്ന് നമുക്ക് പറയാം. പിന്നെ ചിലപ്പം ചില സാംസ്കാരിക പൈതൃകങ്ങൾ കോമൺ ആയിട്ടുള്ളവരെ ദേശമെന്നൊക്കെ പറയാം നമുക്ക്. കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം അതിൽ. രാഷ്ട്രം ദേശത്തെക്കാൾ ഒന്നെങ്കിൽ രാഷ്ട്രം ദേശത്തെക്കാളും വലുതാവും. എക്സാമ്പിളായിട്ട് നമ്മൾ മുൻപത്തെ USSR എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതിൽ 100-ൽ പരം നാഷണാലിറ്റീസ് ഉണ്ട്. അതായത് പല നാട്ടിൽ നിന്നിട്ടുള്ള പൗരന്മാരുണ്ട്. അതാണ് രാഷ്ട്രം ഒന്നെങ്കിൽ ദേശത്തെക്കാളും വലുതാവാന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ ദേശം രാഷ്ട്രത്തെക്കാളും വലുതായിരിക്കും. അപ്പോൾ 2 കേസസ് ഉണ്ട്. ഒന്നെങ്കിൽ രാഷ്ട്രം ദേശത്തെക്കാളും വലുതാവും, ദേശം രാഷ്ട്രത്തെക്കാളും വലുതായിരിക്കും. ദേശം രാഷ്ട്രത്തെക്കാളും വലുതായിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഒരു നാഷണാലിറ്റി, പക്ഷെ അത് 2 രാഷ്ട്രത്തിലായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കും. എക്സാമ്പിൾ നോർത്ത് ആൻഡ് സൗത്ത് കൊറിയ അല്ലേ. കൊറിയ 2 കൊറിയ ഉണ്ടല്ലോ നമുക്ക്, ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും. അതിലുള്ളവർ നാഷണാലിറ്റീസ് അവരുള്ള എല്ലാവരും ആ ഒരു കൊറിയക്കാരാണല്ലേ. പക്ഷെ അവരെന്ത് 2 രാഷ്ട്രത്തിലായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് എന്ത് പറയാം, അവിടുത്തെ ആ 2 ദേശങ്ങളും രാഷ്ട്രത്തെക്കാളും വലുതാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സമൂഹം എന്ന് പറഞ്ഞു, എന്താണ് അസോസിയേഷൻ എന്ന് പറഞ്ഞു, എന്താണ് ദേശമെന്ന് പറഞ്ഞു. ഇവ തമ്മിൽ രാഷ്ട്രവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെ വ്യത്യാസപ്പെട്ടു എന്നാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എനിവേ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.